അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് വണ്ടി എടുത്തത് എന്ത് പർപ്പസിനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ പുതിയൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു, നമ്മൾ വയനാടൊക്കെ പോയി വന്നു. ഏകദേശം 600 കിലോമീറ്ററായി നമ്മൾ ഫസ്റ്റ് സർവീസിന് വണ്ടി ഷോറൂമിൽ തന്നെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് തന്നെയാണുള്ളത്. അപ്പോൾ വണ്ടി സർവീസിന് കയറ്റിയതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ടൂറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ, ചെറിയ ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ ഷോറൂമിൽ നിന്നാട്ടോ ചെയ്യുന്നത്. എൻഫീൽഡിന് തന്നെ സാധനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സർവീസിനൊപ്പം അതുകൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പണി കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇപ്പോൾ കയ്യിലേക്ക് തരാൻ പോവുകയാണ്, കിട്ടാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വണ്ടിയിൽ ചെയ്തേക്കുന്നതെന്ന് ഉള്ള കാര്യങ്ങളും അതുപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്തെ ഷോപ്പിൽ നിന്ന് ചെയ്യാനുണ്ട്. ഷോറൂമിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യണം. വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയേക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടാകാൻ പോകുന്നത്. ഒത്തിരി ഇതൊന്നുമില്ല, നമ്മുടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും കയറ്റി മോഡിഫിക്കേഷൻ ഒന്നും അല്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ പോയി വണ്ടി കളക്ട് ചെയ്യാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ പുതിയ യാത്രകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ വണ്ടി എടുത്ത ABC മോട്ടോഴ്സ് എന്ന് പറയുന്ന എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്, ഇവിടെ പെരിന്തൽമണ്ണയിൽ. ഇതേ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ? ഞങ്ങൾ വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. വണ്ടിമേ നമ്മൾ ബോക്സ് കാര്യങ്ങളെല്ലാം, നമുക്ക് ലഗേജ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെ നമ്മൾ വണ്ടിമേ പുതുതായിട്ട് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയിട്ട് ക്രാഷ് ഗാർഡ് സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. അത് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് കുറച്ചുകൂടെ സേഫ്റ്റി, ആ ഒരു സൈഡ് ഫുള്ള് നമുക്ക് സേഫ്റ്റി വേണം. നമ്മളതിന് വണ്ടി എന്തായാലും അറിയും. അപ്പോൾ വണ്ടിക്ക് വലിയ അടി കിട്ടാണ്ടിരിക്കാൻ നല്ല ഗാർഡ് തന്നെ സെറ്റ് ചെയ്യണം. അത് നമ്മൾ പുറത്ത് പോയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുൾ വിവരങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഷോറൂമിൽ നിന്ന് കിട്ടി കേട്ടോ. നമ്മൾ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടിയിലപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കൂടെ ഷിജിലും കൂടെ ഉണ്ട്. ഷിജിലാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഷിജിലാകുമ്പോൾ വണ്ടീനെ പറ്റിയൊക്കെ കറക്റ്റ് അറിയാം. ഷിജിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡൊമിനാറാണ്, പക്ഷേ മുന്നേ ഹിമാലയൻ ഉപയോഗിച്ചിരുന്നല്ലേ? എന്തോ ഹിമാലയത്തിന് എന്താ ഡൊമിനാറിലേക്ക് മാറിയ കാരണമോ എനിക്ക് എൻഫീൽഡിന് ഒരു വെറുപ്പോ? അപ്പോൾ ഇവനെ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തന്നെ നിങ്ങൾ നോക്കിക്കോ. വണ്ടി കണ്ടോ? വണ്ടി നമ്മളിവിടെ കൊണ്ട് വെളിച്ചുള്ളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. വണ്ടിയിൽ അപ്പോൾ നമ്മൾ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിനക്കല്ലേ അറിയാവുന്ന, നീ തന്നെ പറഞ്ഞാൽ എന്താ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താ? ഫ്രണ്ടിൽ എന്താ ചെയ്തത്? ഇത് ഹാൻഡിൽമേ അടി കിട്ടായിരുന്നു. അതന്നെ നമ്മൾ പറഞ്ഞ, നമ്മൾ വയനാട്ടിൽ വെച്ച് വണ്ടി ഒന്ന് മറിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് ആ വീഴ്ചയിൽ നമ്മുടെ വണ്ടീൻ്റെ ഈ ഹാൻഡിലിൻ്റെ ഈ സൈഡിലെ ഭാഗം അതുപോലെ ഈ ലിവറിൻ്റെ സൈഡിലെയും പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ചെളിയൊക്കെ കഴുകിയപ്പോഴാണ് ഇതിൻ്റെ ഇവിടെ ചെറിയൊരു പോറലുണ്ട്, അതേപോലെ ഈ പ്ലേറ്റിലും ചെറിയൊരു പോറലുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഷോറൂമിൽ കയറ്റിയിട്ട് കഴുകിയപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു അടി ഹാൻഡിലിലേക്ക് കിട്ടാതിരിക്കാനാണ് ഈ ഒരു സാധനം. ഇതിന് നമ്മൾ റോയൽ എൻഫീൽഡിന് തന്നെയാണ് വാങ്ങിച്ചത്. ഇതിന് ഏകദേശം 2500 3250 രൂപ, 2250 രൂപയാണ് രണ്ടെണ്ണത്തിനൂടെ. പ്രൊട്ടക്ഷനാണ്. അതേപോലെ ഈ ഹാൻഡിൽ ഒടിയുന്ന ഒരു സീനുണ്ട്, വലിയ ഇടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബെൻഡായി പോകുന്നത്. നമ്മൾ ലഡാക്ക് ട്രിപ്പിൽ ഒരു പുതിയ ഹിമാലയൻ ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മറിഞ്ഞു വന്നിട്ട് ഇത് നടുക്കൂന്നൊക്കെ ഒടിഞ്ഞു, ഈ ഹാൻഡിൽ ബാർ ഒടിഞ്ഞു പോകുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ അടിയൊന്നും വരാതിരിക്കാനാണ് ഈ ഒരു സാധനം. നമ്മുടെ അടുത്ത് നിന്ന് എന്തായാലും വണ്ടി മറിയും, നമുക്ക് ഈ വെയിറ്റ് അത്ര താങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത് എന്താ? പിന്നെ നമ്മൾ മറ്റേ കേബിളുകൾ, പിന്നെ 2 കേബിൾ എക്സ്ട്രാ, ആക്സിലറേറ്റർ കേബിൾ ഇട്ടിട്ടുണ്ട്, ക്ലച്ച് കേബിൾ. അപ്പോൾ ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അവിടെ സർവീസിന് കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞതാണ്. പിന്നെ ഇവ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതും വെച്ചിട്ടാണ് സംഭവം. ഇതിൻ്റെ ക്ലച്ച് കേബിളും ആക്സിലറേറ്റർ കേബിളും നമ്മൾ എക്സ്ട്രാ ഓരോന്ന് വാങ്ങിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ, ഹിമാലയത്തിൻ്റെ ക്ലച്ച് കേബിൾ പെട്ടെന്ന് പോകുന്ന സീനുണ്ടോ? പൊട്ടലുണ്ട്. കാരണം നമ്മൾ പുറത്തെ എല്ലാ കാട്ടിലൊക്കെ പോയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ സാധനം കിട്ടാണ്ടാവും. അപ്പോൾ വണ്ടിമേ നമ്മൾ 2 എക്സ്ട്രാ കേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങാനും ക്ലച്ച് കേബിൾ ആക്സിലറേറ്റർ കേബിൾ പോയി കഴിഞ്ഞാൽ, കാരണം നമ്മൾ യാത്ര പോകുമ്പോൾ എന്തായാലും എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്ക് തന്നെ വേണേൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും. ലോക്കൽ വർക്ക്ഷോപ്പിൽ ഈ സാധനം ഇല്ലാത്ത പ്രശ്നം കൊണ്ട് നമുക്ക് സർവീസ് കിട്ടാതിരിക്കില്ല. സാധനം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെ നമുക്ക് 2 വയർ ഇതിനകത്ത് 2 കേബിൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ കാണത്തൊന്നുമില്ല, അങ്ങനെ അറിയത്തൊന്നുമില്ല പെട്ടെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വൃത്തിയുടെ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല, അങ്ങനെ വേറെ കേബിൾ ഉണ്ടെന്നുള്ള രീതിയിലൊന്നും. പിന്നെ നമ്മൾ
ഇതൊക്കെ എല്ലാവരും പുതിയ വണ്ടി ഓഫ് റോഡ് പോകുന്ന വണ്ടികൾക്ക് ചെയ്യുന്ന പരിപാടിയായിട്ട് ഇത്. ഇവിടെ ഒരു ഗ്രില്ല്, എക്സ്ട്രാ ഒരു ഗ്രില്ല് നമ്മൾ സെറ്റ് ചെയ്തു. കാരണം അപ്പോൾ നമ്മൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് തെറിക്കുന്ന കല്ലുകൾ റേഡിയേറ്ററുമേ തട്ടായിരിക്കാനാണ് അങ്ങനെ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ വയനാട് പോയപ്പോൾ തന്നെ അടിഭാഗത്ത് ഇതൊക്കെ പിന്നെ കമ്പനി തരുന്ന കേട്ടോ, ആ അടിയിലെ ആ ഒരു ഭാഗങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചെറിയൊരു പ്രൊട്ടക്ഷനുള്ള സാധനം കമ്പനി തരുന്നത്, അത് ഊരി മാറ്റിയിട്ടാണ്. അതന്നെ, കമ്പനി നമ്മളെ അങ്ങനെയല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ. ചെറിയ സാധനം തന്നിട്ട് വലുത് വാങ്ങാൻ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് ഫ്രണ്ടിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ ഇവിടെ ബ്രേക്കിൻ്റെ ഇതെന്തായിരുന്നു സാധനം, ബ്രേക്കിൻ്റെ അല്ലേ, ഒരു സിലിണ്ടർ ഗാർഡ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓയിലിന് ഒരു ഗാർഡ് ഉണ്ട്, അത് ഷോറൂമിലില്ല, അത് നമ്മൾ പുറത്തുനിന്ന് ചെയ്യണം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, വണ്ടിക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം വെച്ചേക്കുന്ന 2 ബോക്സ് ആട്ടോ, പനീർ ബോക്സ്. ഇത് നമുക്ക് നമ്മുടെ തുണി, സാധനങ്ങൾ, ലഗേജ് എല്ലാം വെക്കാൻ പറ്റിയ. ഇപ്പോൾ വണ്ടി ഓട്ടോറിക്ഷ എടുക്കുന്ന പോലെയാണ് എടുക്കേണ്ട അവസ്ഥയാണ്. വണ്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് തട്ടും. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ഈ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റോയൽ എൻഫീൽഡിന് തന്നെ സാധനം കേട്ടോ, കമ്പനിയിൽ നിന്ന് തന്നെ എടുത്ത് ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് സിമ്പിളാണ്. ഇത് നമുക്ക് ഇത് ഓപ്പൺ അല്ലേ, ഇതിൻ്റെ കീ നമുക്ക് വണ്ടീൻ്റെ കീൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കി നമുക്ക് ഇതിനകത്ത് ഏകദേശം ഇത് 10-25 ലിറ്ററാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, 120 കിലോമീറ്റർ എബോവ് 112 പോയി കഴിയുമ്പോൾ എന്തൊക്കെയോ ആവുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ഉറപ്പൊന്നുമില്ല. അതുപോലെ ഇത് 100% വാട്ടർ പ്രൂഫ് ഒന്നും അല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ 2 ബോക്സ് നമ്മൾ 5 കിലോ, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 7 കിലോ മൊത്തം നമുക്ക് ഇത്രയും സാധനം നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മളെന്തായാലും ടോപ്പ് ബോക്സ് ഒന്നും വെക്കുന്നില്ല, നമ്മൾ പകരം ഇവിടെ ഒരു ബാഗ്. കാരണം നമ്മൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ബാഗ് വേണം. ഇവിടെ കൂടെ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാഗ് വേറെ എക്സ്ട്രാ കൊണ്ടുപോകേണ്ട അവസ്ഥ വരും. പിന്നെ നമ്മളൊരു ടാങ്ക് ബാഗ് വെക്കാൻ പ്ലാൻ ഉണ്ട്, അത് എന്താവുമെന്ന് പിന്നെ നോക്കുന്നുള്ളൂ. നമുക്ക് ലാമിനേഷൻ ചെയ്യണ്ടേ, ഇവിടെയൊക്കെ പെയിന്റ് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ വണ്ടി പോവാൻ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെ പെയിന്റൊക്കെ, ടാങ്കിലെ പെയിന്റൊക്കെ പോകുന്നുണ്ട്. എല്ലാം നമ്മുടെ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ഈ ബോക്സൊക്കെ ഞാൻ എന്തായാലും ഊരി വെക്കും. നമുക്കിപ്പോൾ ഈ ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളത് ഷോറൂമിൽ വാങ്ങിച്ചപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് സെറ്റ് ചെയ്തെന്നുള്ളൂ. ബോക്സ് വെക്കണമെങ്കിൽ അതിൻ്റെ സാഡിൽ സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട്. പനി ബോക്സ് വെക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനൊക്കെ ഏകദേശം 2500 രൂപ വരുന്നുണ്ട്, ഈ കാണുന്ന സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് വണ്ടി മറിഞ്ഞാലും ഇതൊക്കെ അതിൻ്റെ സേഫ്റ്റിയാണ്. പിന്നെ ഇതുമേലൊക്കെ എന്തായാലും ചെളുക്കം വരും കേട്ടോ. ഇതിലൊക്കെ നമ്മളെന്തായാലും പോകുന്നതിന് മുമ്പ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യും. അതൊക്കെ പിന്നീട് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇത് എല്ലാം കൂടെ വാങ്ങിച്ച് വണ്ടി ഫസ്റ്റ് സർവീസിന് കയറ്റിയപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഷോറൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മെയിനായിട്ട് ചെയ്യാനുള്ള ക്രാഷ് കാർഡാണ്. ഇനി അടുത്ത റൈഡ് നമ്മൾ വയനാട് എവിടെ പോകുന്നതിന് മുമ്പും ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു വീഴ്ചയിൽ നമുക്ക് മനസ്സിലായി വണ്ടി ഒന്ന് ചരിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി. അപ്പോൾ ക്രാഷ് കാർഡ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ പോയി ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടി റിവ്യൂ ആയിട്ടൊന്നും ചെയ്തതൊന്നുമല്ല. പിന്നെ ഇവിടെ ബാക്കിൽ ഇത് ഇൻഡിക്കേറ്ററൊക്കെ മാറിയില്ല പൊസിഷൻ, ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട് പൊസിഷൻ. ഇത് വരുമ്പോൾ ഇൻഡിക്കേറ്ററിന് ശരിക്കുള്ള പൊസിഷൻ ഇവിടെയാണ്. പക്ഷേ ഈ സ്റ്റാൻഡിന്മേൽ തന്നെ ഇത് കൊടുക്കാനുള്ള സംഭവമുണ്ട്. ഇവിടെ നമുക്കൊരു പ്ലേറ്റ് വരുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ കേരളീയ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാം. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടീൻ്റെ നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ച കാര്യങ്ങൾ. വേറെ റിവ്യൂ പരമായിട്ടൊന്നും നമുക്ക് പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ വേറൊരു ഷോപ്പിൽ പുറത്തുനിന്ന് നമ്മൾ ചെയ്യുന്നത്, പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ മെയിനായിട്ട് ക്രാഷ് കാർഡ്, ഇവിടെ എൻഫീൽഡിൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിരിക്കും, ഇത്ര ഉണ്ടാവുള്ളൂ, നോർമൽ സാധനമായിരിക്കും. പക്ഷെ അത് പോരാ, നമ്മൾ വലിയ വീഴ്ചകൾ വീഴാനുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല വലിയ വില കൂടിയ ക്രാഷ് കാർഡ് വെക്കണം. എഞ്ചിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. എഞ്ചിനടക്കം വണ്ടീൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ കാല് എല്ലാം സേഫായിട്ടിരിക്കണം. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കാശ് ഇറക്കി തന്നെ ക്രാഷ് കാർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യുന്നത് പോയിട്ട് അതും ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു റൈഡ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഈ വണ്ടിമേലുള്ള സെറ്റപ്പ് എല്ലാം കാണിച്ചിട്ട് ചെറിയ റൈഡൊക്കെ പോകുന്നുണ്ട്. അത് നമുക്ക് ഷിജിൽ ഷൂട്ട് ചെയ്ത് തരും. എൻ്റെ ഗോപ്രോ ഒന്നും വർക്ക് ആവുന്നില്ല, ഇപ്പോൾ ഷിജിൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകല്ലേ, ഇവിടുന്ന് 2 ഫോട്ടോ എടുത്തിട്ട് പോവാം.
അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വേറൊരു ഷോപ്പിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഗാർഡ്, അതായത് ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്ത്. ക്രാഷ് ഗാർഡ് നിങ്ങൾ കണ്ടോ, കുറച്ചുകൂടെ വലിയൊരു സേഫ്റ്റി പർപ്പസിനായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ എഞ്ചിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം കവർ ചെയ്യുന്ന തരത്തിൽ ഇത് ഇതുണ്ടോ, രണ്ട് സൈഡിലും ഇതേപോലെയാണ്. ഇനിയിപ്പോൾ വണ്ടി പറഞ്ഞാൽ ഷിജിലെ പറഞ്ഞുകൊണ്ടാ, ഇത് സ്ലൈഡേഴ്സ് കയറുന്ന ഗാർഡാണ്, ക്രാഷ് ഗാർഡാണ്. മറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം ഫസ്റ്റ് അടിക്കുള്ളൂ എഞ്ചിൻ ആ ഭാഗത്തും. ഇപ്പൊ ഈ ബോക്സ് ഉണ്ടെങ്കിൽ ഇത് അടിക്കില്ല. ഇപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആദ്യം ഇടിക്കാൻ പോകുന്ന ബോക്സ് ആയിരിക്കും കേട്ടോ. ബോക്സ് എന്തായാലും നമ്മളെന്തായാലും അങ്ങനെ വീഴില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. വീണ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് സേഫ്റ്റി ആയിരിക്കണം. ഇനിയിപ്പോൾ വണ്ടീൻ്റെ ബോഡി എവിടെയും നടത്തില്ലല്ലോ, ബോഡി എവിടെയും നടത്തില്ല. തട്ടുന്ന ഭാഗങ്ങളൊന്നും ഇതായിരുന്നു. അതേപോലെ എഞ്ചിൻ്റെ ഈ ഭാഗമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ ഇത് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ജെറിക്കാനും കാര്യങ്ങളെല്ലാം വെക്കും. വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒന്നുകൂടെ കണ്ടു എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുണ്ടല്ലേ, ആ ഒരു ഗാർഡ്, ഹാൻഡിൽ ഗാർഡ് വന്നപ്പോഴാണ് ആ ഒരു ഭാഗത്ത് ഒന്നുകൂടെ ഒരു ഭംഗിയൊക്കെ ആയത്. പിന്നെ ബാക്കിൽ നിന്ന് ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബോക്സ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ആ ഗാർഡ് എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ വണ്ടീൻ്റെ ഏകദേശം പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പണിയോടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു റൈഡിങ്ങിന് പോകാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗാർഡായിരുന്നു നമുക്ക് അത്യാവശ്യമുള്ളത്, അതെന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ട് വണ്ടിക്ക്. ഇനി ഇതിനകത്ത് സാധനം കൂടെ വരുമ്പോൾ ഇനിയും വെയിറ്റ് കൂടും. അപ്പോൾ എനിക്ക് വീണ്ടും പണിയാണ്. 15 ഇതിനകത്ത് 5 കിലോ അല്ലേ? അവിടെ 10 കിലോ ബാഗ്, ഇത് 7 കിലോ. 7 കിലോ ഇവിടെ നമുക്ക് ബാഗ് വെക്കാൻ പറ്റും. നമ്മൾ ടോപ്പ് ബോക്സ് ഒന്നും വെക്കുന്നില്ല. നമ്മളിവിടെ ഒരു 5 കിലോ പോവും, ഇവിടെ 5 കിലോ പോവും. വെയിറ്റ് രണ്ടിലും സെയിം ആയിരിക്കണം എന്നുണ്ട്, ഇല്ലെങ്കിൽ വണ്ടിക്ക് ഒരു ചരിവ് വരും. അപ്പോൾ വണ്ടീൻ്റെ വെയിറ്റ് ഇനിയും കൂടുകയാണ്. വണ്ടീൻ്റെ നോർമലി ഉള്ള വെയിറ്റ് തന്നെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ കയറ്റിയപ്പോൾ അതിനകത്ത് നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ വണ്ടിക്ക് ഇനിയും വെയിറ്റ് കൂടും. അപ്പോൾ നമ്മൾ വയനാട് ഒരു ഈവൻറ്റ് കൂടെ വെക്കുന്നുണ്ട് ഈ ഒരു വീക്കെൻഡിൽ. അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ ഒരു തരത്തിലായിരിക്കും കേട്ടോ. കുറച്ച് വണ്ടീൻ്റെ വിഷലൂടെ കണ്ടു. അതിനാണ് ഇവന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ കഴിഞ്ഞ സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങി. അതിന് മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട് ഈ വഴിയിൽ. അതിലേക്ക് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. എന്തായാലും കുറേ ഓഫ് റോഡൊക്കെ ഓടാനുള്ളത്. നല്ലപോലെ ചെളി ഇറക്കി. ഇന്ന് വാട്ടർ സർവീസ് കഴിഞ്ഞുള്ളൂ. അതുപോലെ നമുക്ക് മറ്റേ ലാമിനേഷൻ ചെയ്യാനുണ്ട്, അത് ബാക്കിയാണ്. ഇതിൻ്റെ പുറത്തൊക്കെ നമുക്ക് എന്തായാലും ലാമിനേറ്റ് ചെയ്യണം, അത് ചെയ്തിട്ടില്ല. ഇനി അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കൊണ്ട് അടിപൊളി ഒരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് കുറച്ച് വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും രൂപയ്ക്ക് ഏകദേശം 10-50,000 രൂപയ്ക്ക് നമ്മൾ വണ്ടിയിൽ കുറച്ച് നമ്മുടെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം കയറ്റി. ഇനിയും കുറച്ചുകൂടെ പണിയുണ്ട്, അതൊക്കെ നമുക്കിനി ട്രിപ്പ് പോകാനാകുമ്പോഴത്തേക്ക് കാണാം. അപ്പോൾ ഇത് നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വണ്ടി ഇട്ട് ഇപ്പോൾ ഞങ്ങളത് ഷിജിലിൻ്റെ ഡൊമിനാറും കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് നല്ല കട്ട ചെളിയായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് ഇതിലെങ്ങാനും കറങ്ങി പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടീൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എന്തെങ്കിലും കൂടുതൽ നല്ല സേഫ്റ്റിക്കൊക്കെ പറ്റിയ അപ്ഡേഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം, അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ സേഫ്റ്റി വിട്ടിട്ട് കളിയൊന്നുമില്ല, സേഫ്റ്റി നോക്കണം. പിന്നെ ബോക്സ് കാര്യങ്ങൾ നമ്മുടെ ലഗേജിന് വേണ്ടിയിട്ട് വെച്ചാണ്. ഡിയോ ആകുമ്പോൾ ഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടാണ് എത്രമാത്രം ലഗേജ് നമ്മൾ കൊണ്ടുപോയി. ഡിയോൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ലഗേജ് വെക്കാം. ഈ വണ്ടി ആകുമ്പോൾ നമുക്ക് അത്രയും ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ബാഗുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും. അതിന് വേണ്ടിയാണ് നമ്മൾ ബോക്സ് സെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞായിരുന്നു റോയൽ എൻഫീൽഡ് ഒറിജിനൽ 28,500 രൂപയാണ് ഇതിൻ്റെ വില. പല ബ്രാൻഡുകൾ, എൻഫീൽഡിനെ അല്ലാതെ പല ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെ സാധനങ്ങൾ, നമ്മൾ വെച്ച സാധനങ്ങളെല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മൾ ഓരോന്നോരോന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റിയ ബഡ്ജറ്റിൽ എവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതേ ചെറുതായിട്ട് മഴ തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമ്മുടെ യാത്രകൾ മൊത്തം ഈ ഒരു വണ്ടിയിലായിരിക്കും. ഡിയോ നമ്മൾ സർവീസിന് കയറ്റിയേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സർവീസിന് കയറ്റിയിട്ടുണ്ട്. ഏകദേശം നല്ലൊരു പണിയുണ്ട് ഡിയോയ്ക്ക്. സാധനങ്ങളെല്ലാം മറ്റേ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം ഡിയോനെ. അതുപോലെ കളറൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പോളിഷ് ചെയ്യണം. അത് നമുക്ക് വണ്ടി കിട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്. വണ്ടീൻ്റെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം പോയി, മഡ് ഗാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പെരുന്തമണ്ണ ഷോറൂമിലാണ് നമ്മുടെ വണ്ടി ഉള്ളത്. അതിനിയും എന്ന് റെഡിയാവുമെന്ന് അറിയത്തില്ല. അത് റെഡിയായി കഴിഞ്ഞ് നമ്മളത് വീട്ടിൽ കൊണ്ട് വെക്കും. അങ്ങനെയാണ്, അതാണിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നാളെ തന്നെ വണ്ടി ഇപ്പോൾ ഇന്ന് നമ്മൾ ഓടി നടന്ന് ഇന്ന് ഫുള്ള് പണി ഇന്ന് ചെയ്തതാണ്. ഇന്ന് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ നമ്മൾ വയനാടിന് പോകുന്നുണ്ട്. ഞാനും മാക്കും ഉണ്ടാവും. മാക്ക് നാട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചൊരു ഈവൻറ്റ് വെക്കുന്നുണ്ട് വയനാട് തന്നെ. നമ്മൾ കഴിഞ്ഞ വയനാട് വെച്ചായിരുന്ന ഒരു ഈവൻറ്റ്, അതേപോലെ മറ്റൊരു ഈവൻറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിന് വിൻഷീൽഡിൻ്റെ പ്രശ്നം. അത് ഞാനേ ഇപ്പോൾ പല വീഡിയോയിലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നാമത് എനിക്ക് ഹൈറ്റ് ഇല്ല. നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ് ക്യാമറ വരുന്നത്. ഇത് കണ്ടല്ലേ,
നമ്മൾ ഡിയോ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതായിരുന്നു ഡിയോയ്ക്ക് പറ്റിയ പോലെ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് വിൻഷീൽഡിൻ്റെ ഈ ഒരു വൈസറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര വരും. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാഴ്ചകൾ ഫ്രണ്ടിലേക്കുള്ള മങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളത് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യും. അതെന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടേ ട്രിപ്പ് പോകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് ടൈം വേണത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. വൈസർ ഒഴിവാക്കാനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ വൈസറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റ് വിൻഡ് ബ്ലാസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വൈസർ ഉള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ യൂസ് കിട്ടത്തില്ല. അപ്പോൾ വൈസർ ഒഴിവാക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കാൻ പറയുന്നുണ്ട്. പക്ഷേ മുകളിൽ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ചെയ്യേണ്ട ഒരു സീനുണ്ട്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും പെട്ടെന്ന് സ്ഥലം മാറുമ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ കുറച്ച് ഹൈറ്റ് പൊക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അത് എന്തായാലും നമ്മൾ അടുത്ത ട്രിപ്പ് ഓടുന്നതിന് മുമ്പ് എന്തായാലും ഞാനത് റെഡിയാക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ, നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇനിയും വരും, ഇനി ട്രാവൽ വീഡിയോസ് വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.